ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്നുണ്ടാക്കാൻ വേണ്ടി പോണത് ഈ ആട്ടിനകത്ത് ബിരിയാണി നിറച്ചിട്ട് നമ്മളിതിനെ തുന്നിക്കൂട്ടിയിട്ട് നമ്മളിതിനെ സ്റ്റീം ചെയ്ത് പുഴുങ്ങിയെടുക്കാനുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. അപ്പോൾ ഇതിനൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യം വരെ നിങ്ങൾ കാണണമെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. നമുക്ക് കഴുത്തിന് ഇത്ര വേണ്ട, ഇതിൽ കുറച്ച് പകുതി കട്ട് ചെയ്ത് കളയാം. നമുക്കതിന് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് തീർക്കണം. ഇവിടെ സീലൊക്കെ ഉണ്ട്. ഈ സീല് ബ്ലൂ കളർ ഇതൊന്ന് കളയാം. നമുക്കിനി കുത്തിട്ട് കൊടുക്കണം, അത് മസാല ഇതിനകത്ത് ഇറങ്ങാനായിട്ട്. നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കണം, രോമൊക്കെ ഉണ്ടാകുന്നു. ഓക്കെ, അത് നല്ല ഇതിൻ്റെ ഉള്ളിലേക്ക് വയ്ക്കാം. ഒഴിച്ചോ വെച്ചോ, കപ്പ് വെച്ചോ. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ മസാല മിക്സ് ചെയ്തെടുക്കാം. ആദ്യം കുറച്ച് ഇഞ്ചി പേസ്റ്റ്, കുറച്ച് വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് പച്ചമുളക് അരച്ചത്, കുറച്ച് മുളക് പൊടി, ഒരൽപ്പം മഞ്ഞൾപ്പൊടി, മീറ്റ് മസാല, ഗരം മസാല, നാരങ്ങ നീര് പിഴിഞ്ഞ് കൊടുക്കാം, പാകത്തിന് ഉപ്പ്, ഒരൽപ്പം കയറ്റിയിട്ടാൽ ആട്ടിൽ നല്ലോണം പിടിക്കും. ഇതിനെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരല്പം വെള്ളം കൂടി ഒഴിച്ച് മിക്സ് ചെയ്യാം. വെള്ളം പോരാ. നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കുറേശ്ശായിട്ട് ആട്ടിൽ അപ്ലൈ ചെയ്യാം. പിന്നെ ഫുള്ളായിട്ട് തേക്കണം എല്ലാവരും. ഇതിന് അരമണിക്കൂർ റെസ്റ്റിലിരിക്കട്ടെ. അപ്പം മസാല കപ്പുന്ന് ഉപ്പും മുളകൊക്കെ നല്ലോണം ഇറച്ചി പിടിക്കും. പിടിക്കട്ടെ, ഇതൊക്കെ പെട്ടെന്ന് പിടിക്കും. ഒരു ചട്ടി വെച്ച് കൊടുക്കാം. കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മസാല തേച്ച ആട്ടിനെ ഒന്ന് പൊരിച്ചെടുക്കാം ലേറ്റായിട്ട്. ഒന്ന് ലൈറ്റായിട്ടൊന്ന് പൊരിച്ചെടുക്കണം. പിന്നെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. പതുക്കെ എണ്ണയാണ് സാധനം. എടുക്കാം. നമുക്ക് ബാക്കി നമുക്ക് സ്റ്റീമിൽ ഇതിനെ റെഡിയാക്കി എടുക്കാം. പിടിച്ചോ, ഇത് പിടിക്കട്ടെ. ഇനി നമുക്ക് നമ്മുടെ ബിരിയാണി ഇതിനകത്ത് നിറയ്ക്കാം. അതിന് മുന്നായിട്ട് കുറച്ച് ഈന്തപ്പഴം എന്തൊക്കെയാണ് പറയുന്നത്, ഈന്തപ്പഴമാണോ, കുറച്ച് അണ്ടിപ്പരിപ്പ്, കുറച്ച് ബദാം, മിക്സ് ചെയ്യാം. നമ്മൾ ബിരിയാണി ഇതിനകത്തിടാം.
നിറഞ്ഞ സംഭവം. ഇനി ബാക്കി ചോറ് നമുക്ക് ഇതിൻ്റെ ഒപ്പം കഴിക്കാം. ഇനി കുറച്ച് മല്ലിയില, അതുപോലെ തന്നെ കുറച്ച് പുതിനയില, ഇതില്ലാണ്ട് ഇത് ബിരിയാണി. അതൊന്ന് തുന്നിയെടുക്കണതിന്. അതെ, നമുക്കിനി ബാക്കി മസാലിനെ ലൈറ്റായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് വിടാം. അപ്പോൾ ആ പൂവ എവിടെയൊക്കെ മസാല നിൽക്കും. മതി. ഇനി നമുക്കിതിനെ സ്റ്റീം ചെയ്തെടുക്കാൻ എണ്ണ മാറ്റി വെള്ളം ഒഴിച്ചാണ്. ഇനി നമുക്ക് സ്റ്റീം ചെയ്യാനായിട്ട് ഇത് വെള്ളത്തിൽ മുട്ടരുത്, അതിരിക്കട്ടെ. നമുക്കൊരു തോർത്ത് വെച്ച് കൊടുക്കാം. ഇതിലാണ് നമ്മൾ നമ്മുടെ ആട്ടിനെ കിടത്തണത്. ഇനി ഒന്നും കൂടി വെക്കണം തോർത്ത്. 2 വെച്ചാൽ ശരിയാവുള്ളൂ. നമുക്ക് നമ്മുടെ ആടിനെ ഇവിടെ ഇറക്കി വയ്ക്കാം. നമ്മുടെ കഴുത്തിൻ്റെ പീസാണ് ഇതൊക്കെ ഇവിടെ ഇരിക്കട്ടെ. ഇത് നമ്മൾ ചില്ലി പോലെ ലേശം ഫ്രൈ ചെയ്തിട്ട് ആക്കിയെടുത്താണ്. ഓർത്തിക്കട്ടെ. ഇനി നമുക്ക് കുറച്ച് ഓയിൽ പേപ്പർ വെച്ചൊന്ന് ഇതിനെ പാക്ക് ചെയ്തെടുക്കാം. മൈദ വെച്ചതിന് സീൽ ചെയ്യാം. നല്ലോണം ഇതിൻ്റെ ആവി പുറത്തു പോകാത്ത പോലെ നമുക്ക് ചെയ്തെടുക്കണം. നമുക്കിന് മുകളിൽ ലോഡ് വയ്ക്കാം. അവിടെ ഇരിക്കട്ടെ. സംഗതി ഇപ്പോൾ വെച്ച് 1 മണിക്കൂറായി. നമുക്കിത് 2 മണിക്കൂർ കൂടി വേവിക്കണം. നമുക്കിത് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇതിന് മുകളിൽ കുറച്ച് കല്ല് വാരിയിട്ട് മുകളിലും ദമ്മിടണം. അപ്പോഴേ ശരിക്കും ഇത് വെന്ത് വരുള്ളൂ. കുറച്ച് കനൽ വാരിയിട്ട് ഇതിന് മുകളിലിടാം. ഇനി മുകളിലും ദമ്മാട്ടെ. നമുക്കിന് ദമ്മ് പൊട്ടിക്കാം. നമ്മളിപ്പോൾ ഏകദേശം ഒരു 3 മണിക്കൂർ മേലെ ഇത് വെച്ചിട്ടുണ്ട്. എന്തായിട്ടുണ്ടാകുന്നുള്ള അറിയില്ല. എന്നാ എടുത്തോ. ഓയിൽ പേപ്പർ ഒന്ന് മാറ്റാം. അങ്ങനെയൊക്കെ പഞ്ഞു പോലെ ആയിട്ടില്ല. ഇതാ ബിസ്ക്കറ്റ് പോലെ ആയി വിളിക്കട്ടെ. നമുക്ക് നെല്ല് എടുത്തിട്ട് നമ്മുടെ ഇലയിലേക്ക് മാറ്റാം. പിടിച്ചോ. നമ്മുടെ നൂലാദ്യം കട്ട് ചെയ്തെടുക്കുക. ഇറച്ചിയൊക്കെ വെന്ത് നല്ല പഞ്ഞ് പോലെ ആയിട്ടുണ്ട് സംഗതി. ഇത് അറക്കൊന്നും വേണ്ടല്ലോ ബിബി. അതെ,
അല്ല ആ എട് തട്ടുകാട്ട് ആ ചോറ് നമ്മൾ പകുതി വേവിച്ചിട്ടതാണ് ഇപ്പോൾ കറക്റ്റ് വേവായി അല്ലേ നല്ല നീളമായി അരിയൊക്കെ മതി മതി ഇത്ര നമുക്ക് വേണ്ട മതി കുറച്ചുകൂടെ റെഡിയാ കാലെടുത്താലോ സംഗതി ഇത് എല്ല് മാത്രമേ വരുന്നുള്ളൂ അതാ ഇവിടുത്തെ കുറച്ചെടുക്കാം മസാലയുള്ള പാകം വാരിയല് ഓക്കെ അപ്പോൾ നമുക്ക് ടേസ്റ്റ് നോക്കാം അല്ലേ ആദ്യം ചോറ് റൈസ് അങ്ങനെ നോക്കാം ചൂട് പൊളി സാധനം ശരിക്കും അടിപൊളി ഈന്തപ്പഴത്തിന് മധുരവും അല്ലേ നെയ്യ് ഇറങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ കൊഴുപ്പ് കറങ്ങിയിട്ടുണ്ട് ആടക്കഥ കഴിച്ചു സൂപ്പർ ഇത്തിരി നാരങ്ങ പിഴിഞ്ഞ് കഴിക്കാൻ ബേബി ശരിക്കും ഇറച്ചിലേ നല്ലപോലെ മസാല പിടിച്ചിട്ടുണ്ട് സ്റ്റീമിൻ്റെ ചൂടാണല്ലേ അതെ ഒരു രക്ഷയില്ല പൊളി സാധനം അല്ലേ അടിപൊളി പക്ഷെ അത് കുറച്ച് സമയം എടുക്കുന്നു മാത്രം സംഭവം ഒരു രക്ഷയില്ല ശരിക്കും സൂപ്പർ സമയം എടുത്ത് ഉണ്ടാക്കിയാലും അതിന് ഗുണമുണ്ട് അതെ അപ്പോൾ ഇതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കണം ഇത്രയും ഞങ്ങൾ രണ്ടാം കൂടെ എന്തായാലും കഴിക്കില്ല അപ്പോൾ ഇതിനൊക്കെ പീസാക്കി ഇതിനുള്ളിൽ കുറേ ചോറുണ്ട് അപ്പോൾ ചോറൊക്കെ എടുത്ത് മാറ്റി ഇതിനൊക്കെ പാർസലാക്കി നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക അതുപോലെ തന്നെ ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുവാണെങ്കിൽ നമ്മുടെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ ഇതിലും നല്ലൊരു അടിപൊളി വീഡിയോ മാറ്റി ഇനിയും കാണാം അല്ലേ ബിബി അതെ ഓക്കെ ബൈ പൊന്നെ പൊളി സാധനം